എപ്പോഴും ഏത് സാഹചര്യത്തിലും എവിടെ വേണമെങ്കിലും നാമം ചെല്ലാം. ശരീരത്തിൻ്റെ ശുദ്ധാശുദ്ധവും നോക്കണ്ട. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പീരീഡ്സിൻ്റെ സമയം ഒന്നും വിഷയമല്ല നാമം ചെല്ലാൻ. മന്ത്രം ചെല്ലരുത്. കാരണം വിസർജന സമയത്ത് നമ്മൾ മന്ത്രം ചെല്ലില്ല. വിസർജന സമയത്ത് അധോവായുവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപാനൻ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പ്രാണൻ കുറയുകയും അപാനൻ വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ് വിസർജനം. ആർത്തവ സമയം എന്ന് പറഞ്ഞാൽ ഒരുതരം വിസർജനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ വിസർജനത്തെക്കാട്ടിലും അപാനവായു ശക്തി കൂടി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ അതിന് കൗണ്ടർ ഫോഴ്സ് ആയിട്ടുള്ള പ്രാണനെ മന്ത്രം കൊണ്ട് പൊക്കുകയാണ് ചെയ്യണത്. ക്ഷേത്രങ്ങളിൽ പോവുക ധിക്കരിച്ചിട്ട്, പ്രാണൻ ജ്വലിച്ചു നിൽക്കുന്ന സ്ഥലമായിരിക്കും ക്ഷേത്രം. അവിടെ ചെല്ലുമ്പോൾ എന്താവും, നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞ ഒരു ടക്കർ ഉണ്ടാവും. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടിയാണ് സംഭവിക്കുന്നത് ശരീരത്തിൽ. ആർക്ക് പോയി? ആ വ്യക്തിക്ക് പോയി. അവനവന്റെ ശരീരത്തിലുള്ള പ്രാണനെ രോധിപ്പിക്കുകയാണ് ചെയ്യണം. അപ്പൊ എന്താവും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കും പിന്നീട്. ഈ പറഞ്ഞ മാതിരിയുള്ള ന്യൂറോൺസിന്റെ റീവയറിങ്ങുകളും പലതും. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനത്തെ സമയങ്ങളിൽ വിശ്രമം ആവശ്യമാണ്, മര്യാദയ്ക്കിരിക്കണം, ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക, അവർക്ക് ജോലിയും ചെയ്യും. കാരണം അപാനവായു ഹൈറ്റൻഡ് ആയിട്ടിരിക്കുമ്പോൾ പ്രാണൻ രോധിച്ച് നിൽക്കുകയാണ്, പ്രാണൻ വീക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിൽ അശുദ്ധിയുടെ വിഷയം വേറെ, പക്ഷെ നമുക്കൊരു ശരീരം ഉണ്ടല്ലോ, അത് പ്രവർത്തിപ്പിക്കുന്ന ചില ശക്തികളുണ്ട്. പ്രാണൻ ഉയർത്തലാണ് നമ്മളൊരു ജപം ചെയ്യുമ്പോഴും, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും, ഒരു പ്രസാദം കഴിക്കുമ്പോഴും, പ്രസാദം തൊടുമ്പോഴും, ഒരു മന്ത്രം കേൾക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത്. ഞാൻ ജപിക്കാറില്ല, ഞാൻ യൂട്യൂബിൽ വെക്കാറുണ്ട് പറയും അശുദ്ധമുള്ളപ്പോൾ. അതിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ തന്നെ വെല്ലുവിളിക്കുന്നത് ആ സമയത്ത്. നാമം ചെല്ലാം. നാമം എന്താ വെച്ചാൽ ബാലൻസിങ് നിർത്തും. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സാണ്, നാമം ഒരു സ്മരണയാണ്. മന്ത്രം ഒരു ഫോഴ്സാണ്. അവിടെ സ്മരണയില്ലെങ്കിലും മന്ത്രം വർക്കാവും. ഇപ്പം നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ തല വേറെ എവിടെയൊക്കെയാണ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ആ മന്ത്രം അവിടെ വർക്കാവുന്നുണ്ട്. കാരണം അതൊരു സട്ടിൽ ഫോഴ്സ് അവിടെ, ആ ഫോഴ്സ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നേരെ വെച്ച് നാമം മനസ്സിലാണ്, അതൊരു സ്മരണയാണ്. അത് വന്നിട്ട് നമ്മുടെ ഈ പ്രാണന്റെ സഞ്ചാരത്തിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യില്ല. മന്ത്രം കൊണ്ട് ആരാധിക്കപ്പെടുന്ന ക്ഷേത്ര സങ്കേതങ്ങളിൽ ഇത് തന്നെയാണ് വിഷയം. മൂർത്തിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ പ്രാണന്റെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും അവിടെ.